അന്യ സംസ്ഥാനത്തുള്ള ഒരു പെൺകുട്ടി, ഇത്രയും എന്താ പറയുക സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് ഈ നമ്മുടെ മൊണാലിസ, അവൾ ഒരു യുവാവുമായി വരികയാണ്. ഒരു മുസ്ലിം, ഇനി മുസ്ലിം ഹിന്ദു അങ്ങനെ ക്രിസ്ത്യൻ ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു യുവാവുമായി വരുന്നു. വന്ന ഉടനെ ആളെവിടുത്തുകാരനാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാതെ ഇവിടുത്തെ സഖാക്കൾ കല്യാണം കഴിച്ചു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിയുടെ വീട്ടുകാരായിട്ട് സംസാരിക്കട്ടെ. മൊണാലിസ പറയുന്നത് അച്ഛന് സമ്മതം ഇല്ലാതാണ്. ശരി, ഏത് അച്ഛനാണ് സമ്മതം ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. മൊണാലിസയുടെ അച്ഛന് പകരം നിങ്ങൾ ആരുടെയെങ്കിലും മോളാണെന്ന് വിചാരിക്കും മൊണാലിസ. അതായത് ഇങ്ങനെ വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടി, ഈ കല്ലുമാല വിറ്റ് ജീവിക്കുന്ന പെൺകുട്ടി, അവൾ പെട്ടെന്ന് ഒരു നാൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വരികയാണ്. സിനിമയെ അഭിനയിച്ച്, ആ സിനിമ റിലീസായിട്ടില്ല, സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പെൺകുട്ടി അന്യമതസ്ഥനായ ഒരു യുവാവുമായി പ്രണയത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയൊക്കെ ആവുമ്പോ ഈ വീട്ടുകാർക്ക് സമ്മതം ഉണ്ടാവില്ല. പക്ഷെ വീട്ടുകാരായിട്ട് ഒന്ന് നമ്മൾ ചർച്ച ചെയ്യണ്ടേ, സംസാരിക്കണ്ടേ? ആ യുവാവ് എവിടുത്തുകാരനാണ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണ്ടേ? ഇതൊന്നുമില്ലാതെ കേട്ടപാടി ഇത് വലിയൊരു എന്താ പറയാ, ഒരു അവസരമായി കണ്ടാട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതെന്ത് ഏർപ്പാടാണിത്? നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല? ഈ സഖാക്കന്മാർ ചെയ്തത് നല്ല കാര്യം. ഇപ്പൊ വയസ്സായിട്ടില്ല എന്നതും പോക്സോ കേസിൽ അകത്താൻ പോകുന്നു എന്നുള്ളത് ഒരു കാര്യം, അതിന്റെ നിയമപരമായ കാര്യം. നിയമപരമല്ലാത്തൊരു കാര്യമുണ്ടെന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ ശരി, നടത്തി കൊടുക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഗോവിന്ദനും റഹീമും ഈ പറഞ്ഞ ശിവൻകുട്ടിയും മൊണാലിസയോട് പറഞ്ഞ മോളെ നിന്റെ വീട്ടുകാരായിട്ടൊന്ന് സംസാരിക്കട്ടെ. എന്തായാലും ഇത്രയും കാലം പോറ്റി വളർത്തിയ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ടാവില്ലോ, അവരോടൊന്ന് സംസാരിക്കട്ടെ, അവരുടെ ആർഗ്യുമെന്റ് എന്താണെന്ന് കേൾക്കട്ടെ. അങ്ങനെയൊക്കെയല്ലേ? ഇനി മറ്റൊന്ന്, നിന്റെ കൂടെ നീ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിലൂടെ കണ്ട പരിചയമാണ് അല്ലെ? ഫേസ്ബുക്കിലൂടെ ഉണ്ടായ പരിചയമൊക്കെ ഏത് രീതിയിലൊക്കെയാണ് പിന്നീട് വഷളാകുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇയാള് അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, നല്ല മനുഷ്യരാവണം, ഞാൻ അങ്ങനെ എന്നല്ല പറയുന്നത്. എങ്കിലും ഇയാൾ ആരാണ്, ഇയാൾ എവിടുന്നാണ്, ഇയാളുടെ കുടുംബക്കാര് എവിടെയാണ്, ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? എന്നിട്ടല്ലേ ഇതിപ്പോ ഇന്ന് രാത്രിക്ക് മുമ്പ് കല്യാണം കഴിച്ചു കൊടുത്തില്ല ഇങ്ങനത്തെ അവരും മരിച്ചു പോകുമോ? ഇങ്ങനെയുള്ള ഞാൻ എന്താ പറയുന്നത്, ഈ CPM-മാരെ സംബന്ധിച്ചിടത്തോളം, സഖാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം സകല എണ്ണത്തിനും കിളി പോയതാണ് കേട്ടോ. സകല എണ്ണത്തിനും കിളി പോയിരിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു രൂപവും ഇല്ലാതെയാണ് ഇവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ.വി. ബാബു പറയുന്നത് എന്താണെന്നറിയോ? സ്വന്തം അച്ഛനമ്മമാരുടെ സമ്മതമില്ലാതെ അവരെ വഞ്ചിച്ച് കാമുകനൊപ്പം ഒളിച്ചോടി വിവാഹിതരാവാൻ കേരളത്തിലെത്തിയ കുംഭമേളയിലെ താരമാണ് മൊണാലിസ. ഒരു മുസ്ലിം യുവാവ് ഫർമാൻ ഖാൻ, അയാളുടെ പേര് ഫർമാൻ ഖാൻ, ഒരു മുസ്ലിം യുവാവ് ഫർമാൻ ഖാനുമായുള്ള അവരുടെ വിവാഹം CPM നേതാക്കളുടെ കാർമ്മികത്വത്തിൽ ആഘോഷമാക്കി. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ